ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ അച്ചുമൂസ് ഫാമിലിയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ABC ജ്യൂസും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് കട്ട്ലേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ABCD ജ്യൂസിൽ നമ്മൾ കാണിച്ച ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്യുവർ കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആ ചട്ടിയിലേക്ക്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിതാ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിലോട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1, 2, 3 അങ്ങനെ 5 മുട്ട നമ്മളിതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയ്ക്കും മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടികൾ ചേർത്തന്നെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബ്രെഡിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ആ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതാ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ആ ഒരു ബ്രെഡ് പൊടിയിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേറൊരു ബൗളിൽ നമ്മൾ ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുട്ടയിലേക്ക് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട്ലേറ്റ് മിക്സിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു കട്ട്ലേറ്റിൻ്റെ മിക്സും പിന്നെ ഈ ഒരു വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കട്ട്ലേറ്റ് ഉരുളയാക്കി കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് കൈയിൻ്റെ 2 ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പൊടിച്ചെടുത്ത ആ ബ്രെഡിൻ്റെ മിക്സിയിലേക്കൊന്ന് ഈ കട്ട്ലേറ്റിൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കട്ട്ലേറ്റും ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ആ ചട്ടി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കട്ടെ, ഇത് പൊരിക്കാൻ ആവശ്യമുള്ളത്. ഇനി നമ്മൾ ആ ഒരു ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ആ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കട്ട്ലേറ്റ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ 2 വീതം നമ്മൾ അളവെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കൂടെ കഴിക്കുന്ന നമുക്ക് ABC ജ്യൂസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു മിൻറ്റ് ലൈമും കൂടി ഉണ്ട് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല കോംബോ ആണ് കേട്ടോ ഈ ഒരു കട്ട്ലേറ്റും മിൻറ്റ് ലൈമും കൂടി. ABC ജ്യൂസ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ്. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഗൈസ്, നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ എല്ലാവരും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.